ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വീഡിയോ ഇടുമ്പോൾ ആദ്യം ആൾക്കാർ പറയുന്നത് ഇതൊക്കെ ചെയ്തിട്ട് ഒരു ഗുണമില്ലല്ലോ. കാരണം ഞാൻ എൻ്റെ പ്രോസസ്സിലാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് സ്കിന്നൊക്കെ റെഡി ആവുമെങ്കിൽ നമ്മളെല്ലാവരും കുറേക്കാരെ പോലെ സ്കിൻ ഗ്ലോ ആയിട്ട് നടക്കുമല്ലോ. അതേപോലെ ഈ ടാപ്പിലിപ്പം ഞാൻ കഴുകിയപ്പോൾ ആ വൈറ്റ് വെള്ളം. ഓക്കെ, സോ ഒരു ഈ സാധനം ഇരിക്കുന്നത് ഇത് മോഷ്ടിച്ചതല്ല കേട്ടോ. കുളിക്കാൻ ഇതൊക്കെ ഞാൻ ഒന്നും കൂടെ ചെയ്യാം. ഇഷ്ടമായി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഐ ആം കീർത്തന രവീന്ദ്രൻ. സോ ഇന്നത്തെ വീഡിയോ ആക്ച്വലി കമന്റിന് കണ്ടിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കമന്റിൽ എന്തൊക്കെ വീഡിയോസ് വേണമെന്ന് പറയാം. അപ്പൊ പെട്ടെന്ന് റാൻഡമായിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ പെട്ടെന്ന് എടുക്കാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീൻ ആണ്. ആൻഡ് ഈ ഒരു ബാഗിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്നുള്ള ഒരു കമന്റിനും എന്തൊക്കെയാണ് സ്കിൻ കെയർ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു റിപ്ലൈ വീഡിയോ ആണിത്. സോ ഇപ്പം ഞാനുള്ളത് തൃശ്ശൂരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ആക്സസിബിൾ ആണ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി. കുറച്ച് സ്പേഷ്യസ് ആണ്. അവിടുത്തെ വീട്ടിൽ കുഞ്ഞു വീടായതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസും എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ മൊത്തമായിട്ടും കാണാം. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. സോ ഹലോ ഗായ്സ്, രാവിലെ സമയം 6:50 7 മണി അടുപ്പിച്ചായി. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കമൻറ്റ് വന്നിരുന്നു എന്തൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ബാഗിൽ എന്തൊക്കെയാണെന്നും അതേപോലെ എന്തൊക്കെയാണ് സ്കിൻ കെയർ പ്രോഡക്ട്സ് എന്ന് ചോദിച്ചിട്ടുള്ള കമൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ് ആക്ച്വലി ഇത്. സോ സ്കിൻ കെയർ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ എൻ്റെ പ്രസൻറ്റ് സ്കിൻ കണ്ടീഷൻ കണ്ടിട്ട് ജഡ്ജ് ചെയ്യേണ്ടത്. ഇതൊക്കെ ചെയ്തിട്ടും ശരിയാവുന്നില്ലല്ലോ. കാരണം ഞാൻ എൻ്റെ പ്രോസസ്സിലാണ്. ഇത് ഒറ്റ ദിവസം കൊണ്ട് സ്കിന്നൊക്കെ റെഡി ആവുമെങ്കിൽ നമ്മളെല്ലാവരും കുറേക്കാരെ പോലെ സ്കിൻ ഗ്ലോ ആയിട്ട് നടക്കുമല്ലോ. അപ്പോഴത്തേക്കും എനിക്ക് റീസെൻ്റ്ലി നിങ്ങൾക്ക് എന്നെ 2 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പ് പരിചയം തൊട്ടുള്ളവർക്കറിയാം. ഞാൻ ഭയങ്കര ലീനായിരുന്നു. ലൈക്ക് ഓൾമോസ്റ്റ് 45 to 50 kg ആയിരുന്നു. പിന്നെയാണ് ഞാൻ തടിച്ചത്. സോ അപ്പോഴത്തേക്കും അതിൻ്റെ കുറച്ച് സ്കിൻ ഇഷ്യൂസാണ്. അപ്പോൾ അത് പെട്ടെന്ന് മാറണമെങ്കിൽ ഒത്തിരി മാറി, ബട്ട് സ്റ്റിൽ മാറണമെങ്കിൽ അത്രയും കെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതി. അല്ലാണ്ട് വെറുതെ അൺനെസസറി ആയിട്ടുള്ള ക്രിറ്റിസിസം ഒഴിവായിപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുപാടൊക്കെ തോന്നി അങ്ങനെ ചെയ്യുന്നതിനല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വീഡിയോ ഇടുമ്പോൾ ആദ്യം ആൾക്കാർ പറയുന്നത് ഇതൊക്കെ ചെയ്തിട്ട് ഒരു ഗുണമില്ലല്ലോ. ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്യുന്നത് പിറ്റേന്ന് ശരിയാവാനല്ലല്ലോ. ഇതൊക്കെ ചെയ്ത് ഇറ്റ്സ് എ പ്രോസസ്, ട്രസ്റ്റ് ദ പ്രോസസ്. എന്നാലേ നമുക്ക് നമ്മുടെ എൻഡ് ഗോളിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, എൻ്റെ പ്രസൻറ്റ് കഴിഞ്ഞു. സോ ആദ്യം ഞാൻ ഇപ്പോൾ എണീറ്റതേ ഉള്ളൂ. 6:30 എണീറ്റ് പിന്നെ ഞാൻ അവിടെ കിടന്നു. സോ അറ്റ് പ്രസൻറ്റ് ഞാനുള്ളത് തൃശ്ശൂരാണ്. സോ ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഐ തോട്ട് ഐ വിൽ ടേക്ക് എ വീഡിയോ. പിന്നെ പറയാം, ഞാൻ ഈ കാണിക്കാൻ പോകുന്ന പ്രൊഡക്ട്സ് എല്ലാം എൻ്റെ സ്കിന്നിന് ഡോക്ടേഴ്സും അതുകൊണ്ട് ക്ലിനിക്കിലെ സ്പെഷ്യലിസ്റ്റും ആർട്ടിസ്റ്റും ഒക്കെ സജസ്റ്റ് ചെയ്ത പ്രൊഡക്ട്സാണ്. അപ്പോൾ അത് എൻ്റെ ഓയിലി സ്കിന്നിനുള്ള പ്രൊഡക്ട്സാണ്. സോ ഇപ്പോൾ ഞാൻ എന്ത് പ്രൊഡക്റ്റ് കണ്ടാലും അതിൻ്റെ സിമിലർ ആയിട്ടുള്ള നിങ്ങളുടെ സ്കിൻ ടൈപ്പിനെ യോജിക്കുന്ന പ്രോഡക്ട്സ് ആണെങ്കിൽ നല്ലതായിരിക്കും. കാരണം എനിക്ക് ഒത്തിരി പണി കിട്ടാറുണ്ട്. ഞാൻ ഈ ആൾക്കാരിടുന്ന റിവ്യൂസും റീൽസൊക്കെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് പോയി അത് ഓർഡർ ചെയ്യും. പക്ഷേ എനിക്ക് പണി കിട്ടാറുണ്ട്. പിന്നെയാണ് സത്യം മനസ്സിലാക്കിയത്. സോ ആദ്യം ഇന്ന് ഈ ബോക്സിനകത്ത് എന്തുണ്ടെന്ന് പറയണോ അത് ഓരോന്നായിട്ട് കാണിച്ചു തരാം. സോ ഇത്രയും പ്രോഡക്ട്സ് ഉണ്ട്. ആൻഡ് ഇതിലൊരു ബാഗ് എന്ന് പറയുന്നത് ആക്ച്വലി എടുത്ത് അതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടാണ്. ഇത് ഞാൻ ഈ മൊറോക്കൻ ഓയിൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കണ്ടീഷണർ ആൻഡ് ഷാമ്പു മേടിച്ചിട്ട് എനിക്ക് ഫ്രീ കിട്ടിയ ബാഗാണ്. ഈ ശരിക്കും ഇതിന് വേണ്ടി ഞാൻ വാങ്ങിയെന്നാണെങ്കിൽ പറയാം. ഞാൻ മുംബൈയിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ ഓഫർ കണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും ക്വാളിറ്റി ലാസ്റ്റ് ഇയർ വാങ്ങിയതാണ്. പക്ഷേ ഒരു സ്റ്റെയിനോ ഒന്നുമില്ല. ഭയങ്കര പുതിയ ബാഗുകളൊക്കെ ആയിരിക്കും. സോ ദിസ് വൺ ഈസ് സെലിമാക്സ്. കാണുന്നുണ്ടോ വിശ്വസിക്കുന്നു. സെലിമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. ആൻഡ് അവരുടെ ക്ലെൻസിങ് ഓയിൽ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ഓയിൽ വെച്ച് ഒരു 2 മിനിറ്റ് മസാജ്, അത് കഴിഞ്ഞ് വാഷ് ചെയ്യും. സോ ഓയിൽ എന്ന് കഴിക്കുമ്പോൾ ഓയിൽ സ്കിന്നാർ പേടിക്കേണ്ട. ഇത് ആ ഒരു ഓയിലല്ല, നമുക്കിങ്ങനെ തുടച്ചാലും പോകുന്ന ഒരു ടൈപ്പ് സാധനമാണ്. പേര് ക്ലെൻസിങ്
ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഒരു കൊറിയൻ പ്രൊഡക്റ്റാണ് ഇത്. മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഓൾമോസ്റ്റ് ഓയിൽ ഫ്രീ ആവും. ബട്ട് ഇത് സ്റ്റിൽ ഞാൻ 2 പമ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോഴേ പോയി അത് ജസ്റ്റ് ഒന്ന് വെള്ളം തട്ടുമ്പോഴേ അത് പോകും. ആദ്യം ഞാനും ഈ ഓയിൽ കണ്ടപ്പോഴത്തേക്കും ആക്ച്വലി ഇത് എനിക്ക് പറ്റിയ സ്കിന്നിന് അല്ല എന്നൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് മിസ്കൺസെപ്ഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. കംപ്ലീറ്റ്ലി അത് ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഈ ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുന്ന മെത്തേഡ് നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള എനിക്കിങ്ങനെ ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആവും. ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ടേബിളിൽ ഇങ്ങനെ ഫുഡ് വിടാൻ ഞാൻ അപ്പോൾ തന്നെ ടിഷ്യൂ പേപ്പർ എടുത്ത് തുടങ്ങി. എനിക്ക് ഭയങ്കര അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ ഈ ടാപ്പിലിപ്പോൾ ഞാൻ കഴുകിയപ്പോൾ ആ വൈറ്റ് വെള്ളം. ഓക്കെ, സോ ഡബിൾ ക്ലെൻസിങ് മാക്സിമം ശ്രമിക്കുക. നെക്സ്റ്റ് ഡബിൾ ക്ലെൻസിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്യുന്നതാണ്. സോ ഫേസ് വാഷ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കോസ്മെറ്റിക്സിൻ്റെ ലോ പിഎച്ച് ഗുഡ് മോർണിംഗ് ക്ലെൻസറാണ്. ഈ ജെൽ ക്ലെൻസറാണ്. കിട്ടില്ല പ്രൊഡക്റ്റാണ്. ഇതൊരു ചെറിയ ഒരു യൂക്കലിൻ്റെ ഒരു എസെൻസ് അവർ ആഡ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ആ ഒരു സ്മെല്ല് കിട്ടും. ഒരു പീ സൈസ് 2 പീ സൈസിലെ എവിടെ മതിയോ? വലിയ പീ ഉണ്ടോ? അങ്ങനെ നമ്മുടെ വാഷിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ ഒക്കെയാണ്. സോ നമുക്ക് മോയ്സ്ചറൈസിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് കൂടാതെ എൻ്റെ ഈ ബാഗിലുള്ളൊരു സാധനമാണ് ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ സ്പ്രേ. ഞാൻ ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഞാൻ എപ്പോഴും കൂടെ കൊണ്ടു കിടക്കും. പൊട്ടിച്ചിട്ടില്ല, പക്ഷെ കൂടെ കൊണ്ടു കിടക്കും. സോ ഇനി വേണം യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ. എൻ്റെ ഒരു ടോയ്ലറ്റ് സീറ്റ് കവറും ഉണ്ട്, അതുകൊണ്ട് ഇത് ഉപയോഗിച്ചിട്ടില്ല. സോ അത് തീർക്കും. സോ സ്റ്റാർട്ട് ദിസ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് മോയ്സ്ചറൈസർ. ഓക്കെ, സോ റീക്വലിൻ്റെ ഓയിൽ ഫ്രീ മോയ്സ്ചറൈസറാണ് ഇപ്പം യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. ഭയങ്കര കൂടുതലാണ്, അതുകൊണ്ട് തന്നെ എന്തിട്ടാലും അപ്പം തന്നെ കുളിച്ചൊന്ന് പോകും. പക്ഷേ ഈ മോയ്സ്ചറൈസർ മാത്രമാണ് ഒരു 2 മിനിറ്റ് കൊണ്ട് അബ്സോർബ് ചെയ്യും. നമ്മുടെ സ്കിന്നിന് ഭയങ്കര എനിക്കിങ്ങനെ ഒരു മാറ്റ് ലുക്കിൽ ഫേസ് ചെയ്തിരിക്കുന്ന ഇഷ്ടം. പക്ഷേ ഓയിലി സ്കിന്നായതുകൊണ്ട് എപ്പോഴും ആ ഒരു എണ്ണമയം വന്നിങ്ങനെ ഒരു ഗ്ലോ ഫീൽ ചെയ്യും. സൺസ്ക്രീന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാംഗ്ലൂർക്ക് തണുപ്പിൽ മാത്രമേ എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തോളൂ. ഇവിടെ ഇനി എന്താവും അറിയത്തില്ല. ഇപ്പോഴേ എനിക്ക് സെറ്റ് ചെയ്ത് നിൽക്കാം. ഞാൻ കുളിക്കാൻ പോകും. ഇതൊക്കെ ഞാൻ ഒന്നും കൂടെ ചെയ്യാം. ഞാൻ ആക്ച്വലി ഒരു ഡ്രഗ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ഒരു സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കിട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോൾ ഏതെങ്കിലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. പക്ഷെ അത് എവിടെ കിട്ടത്തില്ല. അതാണ് ആ ഒരു സൺസ്ക്രീൻ. പക്ഷേ ദ ബെസ്റ്റ് സൺസ്ക്രീൻ ആയി എവിടെ കാണുന്നില്ലേക്ക് എന്ന് പറഞ്ഞാൽ അത്ര രസമുള്ള സൺസ്ക്രീനാണത്. ഓക്കെ, ഇത് ഇച്ചിരി ഓയിലി ആയിട്ടിരിക്കും. പിന്നെ ഞാൻ പൗഡറൊക്കെ ഇട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ നെക്സ്റ്റ് വൺ ഇസ് ഗ്ലൂട്ടാഹയ, വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ. സോ ഇതാണ് ഞാൻ ബോഡി മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യുന്നത്. സിറം ഇൻ ലോഷനാണ്.
പക്ഷെ ഇതിന് എനിക്കൊരു ഡ്രോബാക്ക് ഫീൽ ചെയ്തത് എത്ര നമ്മൾ ഇട്ടാലും സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാരണം എൻ്റെ സ്കിൻ ഫേസ് ഓയിലിയും ബോഡി ഭയങ്കര എക്സ്ട്രീം ഡ്രൈ അല്ല, ഒരു ചെറിയ ഡ്രൈനെസ് ഉള്ള ഒരു ബോഡി ടൈപ്പാണ്. സോ ഇനി അതിൻ്റെയാണോന്ന് അറിയില്ല. പക്ഷെ പെട്ടെന്ന് ഇതൊക്കെ ഞാൻ ഇടുന്ന എന്തിനാണെന്ന് എനിക്ക് ആക്ച്വലി അറിയത്തില്ല. ഞാൻ കുളിക്കാൻ പോകും. അതിലുള്ളതുകൊണ്ട് ഞാൻ കാണിച്ചത് പിന്നെ ഉള്ളത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സിൻ്റെ 1000 വിഷസ് എന്ന് പറയുന്നത് ബോഡി മിസ്റ്റ് ആണോ പെർഫ്യൂമാണ്. സോ എല്ലാം ഒന്നല്ലല്ലോ, എന്തൊക്കെയോ ഡിഫറൻസ് ഉണ്ടാവില്ലേ? ഓക്കെ, സോ അതാണ്. അത് ഞാൻ ഇപ്പം അടിക്കുന്നില്ല, കുളിച്ച് കഴിഞ്ഞ് വന്നിട്ട് അടിക്കാം. ആൻഡ് ഇതിനകത്ത് വേറെ ഉള്ളത് ഈ ഒരു ബോഡി വാഷ്. ഇതിന് കഥയുണ്ട് കേട്ടോ. ഞാൻ ആക്ച്വലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് 4 ബോഡി വാഷ് ഉണ്ട്. 4 ബോഡി വാഷിന് ഒറ്റ ടൈം ഞാൻ പൊട്ടിച്ച്, എനിക്ക് അഹങ്കാരത്തിൻ്റെ എന്ത് ഇതാണെന്ന് എനിക്കറിയില്ല. 4 എണ്ണം ഉണ്ട്. അതായത് ബാത്ത് ആൻഡ് ബോഡി വാഷിൽ ഒരു ഓഫർ വന്നപ്പോഴത്തേക്കും ഞാൻ വാങ്ങിയതാണ്. 2 വാങ്ങുമ്പോൾ 3 ബോഡി വാഷ് ഉണ്ട്. ഒരെണ്ണം ഞാൻ ഇതായിരുന്നു യൂസ് ചെയ്തത്. സോ അന്ന് വാങ്ങിയതാണ്. നല്ല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ് കേട്ടോ. ബാത്ത് ആൻഡ് ബോഡി വാഷ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് മാറാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ബ്രാൻഡാണ്. അങ്ങനെ ഞാൻ വാങ്ങിയത് ജാപ്പനീസ് ചെറി ബ്ലോസം. അതിൻ്റെ ഒരു പെർഫ്യൂം എനിക്ക് വാങ്ങണം. ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ കാത്തിരുന്നിട്ട് കാലം കുറേ പോയി. ഓക്കെ, എനിവേ നെക്സ്റ്റ് പിന്നെയുള്ളത് ഒരു കോക്കനട്ടിൻ്റെ തന്നെ. അത് ഞാൻ യൂസ് ചെയ്തില്ല, പക്ഷേ അത് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ വേറൊരു ക്ലൗഡ് സംതിങ് അത് ഓൾമോസ്റ്റ് തീർന്നു. സോ അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പാരലായിട്ട് ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു. വീട്ടിൽ പോകുമ്പോൾ അത്, പിന്നെ ഞാൻ പെയിൻറ്റ് സ്റ്റേറ്റ് നിന്ന് അവിടെ വേറെ ഒരെണ്ണം, പിന്നെ അവിടെ ഞാൻ പോയി ഇടയ്ക്കിടയ്ക്ക് നിൽക്കാറുണ്ടല്ലോ. പിന്നെ അതേപോലെ ബാംഗ്ലൂർ വേറെ ഒരെണ്ണം, അങ്ങനെയൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. പക്ഷേ റീസെൻ്റ്ലി ഞാൻ എൻ്റെ ട്രിവാൻഡ്രത്തെ ജിമ്മിൽ പോയപ്പോഴത്തേക്കും, അന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു, തിരിച്ച് ബാംഗ്ലൂർക്ക് ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് പോയപ്പോഴത്തേക്കും ജിമ്മിൽ ഞാൻ ആക്ച്വലി എൻ്റെ ബോഡി വാഷ് കൊണ്ടുപോയി. പക്ഷെ ഞാൻ അത് എൻ്റെ ബാഗിൽ നിന്ന് എടുത്ത് കുളിക്കാൻ കയറിയപ്പോൾ ബാഗിൽ നിന്ന് എടുക്കാൻ മറന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഈ സാധനം ഇരിക്കുന്നത്, ഇത് മോഷ്ടിച്ചതല്ല കേട്ടോ. ഓക്കെ, ഈ സാധനം ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ സോപ്പല്ലല്ലോ, അപ്പോൾ നമുക്ക് അതാണ് ഈ ബോഡി വാഷിൻ്റെ പ്രത്യേകത. സോപ്പാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യത്തില്ല, വേറെ സോപ്പല്ലേ. ഈ ബോഡി വാഷ് എന്നപ്പോൾ ഞാൻ ഷുഡ് ട്രൈ ദിസ്, എന്തായാലും ഇത് ട്രൈ വെക്കണം. കുറച്ചെടുത്ത് ഓക്കെ, അതെടുത്ത് ഞാനൊന്ന് കുളിച്ചു. എൻ്റെ പൊന്നെ, എനിക്ക് കുറേ നാളായിട്ട് ഈ ബാത്ത് ആൻഡ് ബോഡി വാഷ് യൂസ് ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇതിൻ്റെ ഒരു ഫ്രാഗ്രൻസും അതിൻ്റെ ആ ഒരു സോപ്പ് ഫ്രീ എന്നാണ് പറയുന്നത്. പക്ഷേ നല്ല രസമാണ്. ഫുള്ളിങ്ങനെ പതിഞ്ഞ് കുളിക്കാം, എൻജോയ് ചെയ്ത് കുളിക്കാം. ബാംഗ്ലൂർ ആയതുകൊണ്ട്, തണുപ്പായതുകൊണ്ട് ഞാൻ കുളിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഇപ്പം ഞാൻ പ്രതീക്ഷയുടെ വീട്ടിൽ പോയി ചൂടുവെള്ളത്തിൽ വരെ ഇത് യൂസ് ചെയ്ത് കുളിക്കും. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പകുതിയായി. ഇനി ഇതിൻ്റെ തന്നെ ഇത് പിയേഴ്സ് നാച്ചുറൽ നറിഷിംഗ് കോക്കനട്ട് വാട്ടർ ബോഡി വാഷാണ്. ഇനി ഇതിൻ്റെ പോമഗ്രാനൈറ്റ് ഉണ്ട്. എനിക്ക് അത് അടുത്ത് ട്രൈ ചെയ്യണം. ഇതാണ് എൻ്റെ ഫൈനൽ പ്രോഡക്റ്റ് ഇൻ മൈ ടോയ്ലറ്ററി ബാഗ് അല്ലേ. ഞാൻ പോയി ഇനി ഒന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ചൊക്കെ കഴിഞ്ഞു, ഫ്രഷായി, എല്ലാം പോയി. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ പോയി. അത് റീഅപ്ലൈ ചെയ്യാം, കുഴപ്പമില്ല. അതേപോലെ തന്നെ സ്കിന്നിന് ഫുള്ള് മോയ്സ്ചറൈസ് ചെയ്യണം, കാരണം ഇപ്പം തന്നെ ഡ്രൈ ആയി തുടങ്ങി. കുളിച്ച് വന്നതേ ഉള്ളൂ. ഓക്കെ, ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പറയുന്നത് എന്നിൽ നിന്ന് എന്തൊക്കെ കണ്ടൻസ് വേണോ അതൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ട് അത് എല്ലാം ഇടുന്നതായിരിക്കും. ആൻഡ് ഒന്നുകൂടെ ഞാൻ കാണിക്കാം. ബോഡി പെർഫ്യൂം, ആൻറ്റി ഫ്രിസ് സീറം, ക്ലെൻസർ, ബോഡി ലോഷൻ, സൺസ്ക്രീൻ, പീസേഫിന്റെ ടോയ്ലറ്റ് സീറ്റ് സാനിറ്റൈസർ, മോയ്സ്ചറൈസർ ആൻഡ് ക്ലെൻസിങ് ഓയിൽ. സോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.